ഞാൻ ഉൾപ്പെടെയുള്ള ചെറുകിട സംരംഭകരെ കാണിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകളിലൊന്നാണ് ശരിയായ രീതിയിൽ പ്രൈസിങ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പ്രൈസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഉൽപ്പന്നം എന്താണോ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസിൻ്റെ പ്രൈസ് മാത്രമേ പലപ്പോഴും മിക്ക സംരംഭകരും കൂട്ടാറുള്ളൂ. അതിന് പാക്കിങ്ങിനാവുന്ന എക്സ്ട്രാ കോസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന വേറെ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന കേക്ക് ആണെങ്കിൽ കേക്കിന് ബട്ടർ പേപ്പറുണ്ട്, ഇലക്ട്രിസിറ്റി ആവശ്യമായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങൾ പോയി വാങ്ങുന്നതിനുണ്ടായ ചിലവുകളൊന്നും പലപ്പോഴും പലരും കൂട്ടാറില്ല. ഇപ്പം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ഞാൻ ചെയ്യുന്നതിന് ഇപ്പം തന്നെ ഞാൻ ഉൽപ്പന്നം വിൽക്കുന്ന സമയത്ത് എനിക്ക് തന്നെ നല്ലൊരു പാക്കിങ് ആവശ്യമാണ്. അത് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് എക്സ്ട്രാ കോസ്റ്റ്, നമ്മളത് ബബിൾ റാപ്പ്, നമ്മൾ പാക്ക് ചെയ്യാനുള്ള ബോക്സ്, ഇതൊക്കെ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഇത് കോസ്റ്റ് കൂട്ടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഈ പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ വിലയൊന്നും മിക്ക സംരംഭകരും കൂട്ടാറില്ല. അതേപോലെ തന്നെ പ്രൈസിങ് കാണിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകളിൽ ഒന്നാണ് സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കലും അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും നമ്മൾ കാണിക്കാതിരിക്കണം. നമ്മൾ